നമസ്കാരം. നമ്മുടെ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഉള്ളിലൊരു പേടി തോന്നിയിട്ടുണ്ടോ? ഈ ഓടുന്ന ലോകത്തിന്റെ കൂടെ എത്താൻ അവർക്ക് വേണ്ടതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ടെൻഷൻ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്നത്തെ പാരന്റിങ്ങിന്റെ ചില വഴികളിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ചു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഒട്ടുമിക്ക അച്ഛനമ്മമാരുടെയും ഉള്ളിൽ ചിലപ്പോൾ പുറത്തു പറയാൻ മടിക്കുന്ന പക്ഷെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഒരുപക്ഷേ ആ ചോദ്യം ഇപ്പം നിങ്ങളുടെ മനസ്സിലുമുണ്ടാകാം. സത്യത്തില് ഈ ഒരു ചോദ്യം മതി നമ്മുടെ പാരന്റിങ്ങിന്റെ ദിശ തീരുമാനിക്കാൻ. ഒന്നാലോചിച്ചു നോക്കൂ, പരീക്ഷയിലെ മാർക്കാണോ വലുത്, അതോ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു കരുത്താണോ നമ്മുടെ കുട്ടിക്ക് വേണ്ടത്? ശരിക്കുമുള്ള വിജയം അവരുടെ റിപ്പോർട്ട് കാർഡിലല്ല, അവരുടെ ഹൃദയത്തിലാണ്. ഇതൊരു വിരോധാഭാസമല്ലേ? ലോകത്തുള്ള എന്തിനെക്കുറിച്ചും അറിയാൻ വിരൽത്തുമ്പിൽ സൗകര്യമുണ്ട്, പക്ഷേ സ്വന്തം വികാരങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ കൺഫ്യൂഷനാണ്. ഒരുപാട് അവസരങ്ങൾ ചുറ്റുമുണ്ട്, പക്ഷെ സമ്മർദ്ദത്തിന്റെ ഭാരം കൊണ്ട് അവരുടെ കുഞ്ഞു മനസ്സുകൾ തളർന്നു പോകുന്നു. ഇതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. പുറമേക്ക് നോക്കുമ്പോൾ എല്ലാം ശാന്തമായിരിക്കും, പക്ഷേ ഈ സമ്മർദ്ദങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ ഉള്ളിൽ ഒരു നിശബ്ദ പോരാട്ടം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടിയുടെ മാത്രം കഥയല്ല, ഒരുപക്ഷെ നമ്മുടെ എല്ലാ വീടുകളിലെ കഥയാണ്. ക്ലാസ്സിൽ ഒന്നാമനാകാനുള്ള ഓട്ടം, കൂട്ടുകാരുമായിട്ടുള്ളൊരു താരതമ്യം, പരീക്ഷയിൽ തോറ്റുപോകുമോ എന്ന പേടി. ഓരോ ദിവസവും അവർ ഒരുപാട് കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങൾ ജയിച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത്. പലപ്പോഴും നമ്മൾ അതൊന്നും അറിയുന്നേയില്ല. അപ്പോ ഇതിനെന്താണൊരു പരിഹാരം? ഒരുപക്ഷേ മാറ്റം വരേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ്. ആ ഒരു ചെറിയ മാറ്റം വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. നമ്മുടെ പേരന്റിംഗ് ഒരു ത്രാസ് പോലെയാണെന്ന് വിചാരിക്കൂ. നമ്മൾ എപ്പോഴും അതിന്റെ ഒരു തട്ടിൽ മാർക്കും ഡിഗ്രിയും റാങ്കും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റേ തട്ട് കാലിയായി കിടക്കും. അവിടെയാണ് ശരിക്കും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വരേണ്ടത്. ആത്മവിശ്വാസം, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവ്, സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി, അതൊക്കെയാണ് ആ തട്ടിൽ നമ്മൾ നിറയ്ക്കേണ്ടത്. അപ്പോ ഈ പറഞ്ഞ വൈകാരിക ശക്തിയൊക്കെ എങ്ങനെ നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കും? അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പക്ഷെ വളരെ ശക്തമായ 2 വഴികളുണ്ട്. നമുക്കത് നോക്കാം. ഈ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. ഇത് നമ്മുടെ പാരന്റിംഗ് യാത്രയിലെ 2 വഴികാട്ടികൾ മാത്രമാണ്. നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു കോമ്പസും ഒരു മാപ്പും പോലെ. അപ്പോ ആദ്യത്തെ വഴികാട്ടി കോമ്പീറ്റൻസി മോഡൽ. ഇതിലാകെ 3 കാര്യങ്ങളേയുള്ളൂ. 1, അറിവ്. അതായത് കുട്ടി ദേഷ്യപ്പെടുമ്പോൾ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. 2, കഴിവ്. മിണ്ടാതിരിക്ക് എന്ന് പറയുന്നതിനു പകരം എന്തുപറ്റി മോനെ എന്ന് സ്നേഹത്തോടെ ചോദിക്കാനുള്ള ഒരു കഴിവ്. 3, മനോഭാവം. ക്ഷമയോടെ അവരെ കേൾക്കുക. കാരണം നമ്മളൊരു പരിഹാരം കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് അവരെ ആരോ കേൾക്കുന്നുണ്ടല്ലോ എന്ന് തോന്നൽ. ഇനി രണ്ടാമത്തെ വഴികാട്ടി നോളജ് പെർഫോമൻസ് സിസ്റ്റം. ഇത് ശരിക്കും ഒരു ചെടി വളർത്തുന്നത് പോലെയാണ്. കുട്ടിയുടെ തലച്ചോറാണ് അതിന്റെ വേര്. അവിടെയാണ് നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കേണ്ടത്. ശരീരമാണ് തണ്ട്. നല്ല ഉറക്കവും നല്ല ഭക്ഷണവും കൊടുത്ത് ആ തണ്ടിനെ ബലപ്പെടുത്തണം. അപ്പോ നല്ല പെരുമാറ്റം എന്ന പൂക്കൾ തനിയെ വിരിഞ്ഞോളും. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ വീടുകളിൽ വരാൻ പോകുന്ന ആ അത്ഭുതകരമായ മാറ്റം എന്താണെന്ന് നോക്കാം. ഒരുപാട് വീടുകളിൽ ഇതായിരിക്കും അവസ്ഥ, അല്ലേ? എപ്പോഴും ദേഷ്യം, വാശി, വഴക്ക്. ഓരോ വഴക്ക് കഴിയുമ്പോഴും നമ്മളും തളരും. അവര് നമ്മളിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയായി പോവും. നമ്മളാരും ആഗ്രഹിക്കാത്ത ഒരകലം. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് മാറാൻ പറ്റും. വഴക്കുകളുടെ സ്ഥാനത്ത് പരസ്പരം ബഹുമാനം വരും. പേടിക്ക് പകരം എന്തുണ്ടെങ്കിലും എനിക്ക് അച്ഛനോടും അമ്മയോടും പറയാം എന്നൊരു ധൈര്യം, ഒരു സുരക്ഷിതത്വം അവരുടെ മനസ്സിൽ വരും. അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഇതിലൂടെ നമ്മൾ പടുത്തുയർത്തുന്നത് ശരിക്കും ആത്മവിശ്വാസമുള്ളൊരു തലമുറയെയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കുട്ടികളെ. പക്ഷേ അതിലെ ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾക്കാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പേരന്റ് ചൈൽഡ് ബന്ധം. ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഇന്നേക്ക് വേണ്ടിയല്ല, നാളേക്ക് വേണ്ടിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് അറിവിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടിവരുന്നത് വൈകാരികമായ പക്വതയും ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവുമായിരിക്കും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റും അതുതന്നെയായിരിക്കും. അപ്പോ ഈ മനോഹരമായ മാറ്റത്തിലേക്ക് നമുക്കൊരുമിച്ച് ആദ്യത്തെ ചുവടുവച്ചാലോ? ഇതൊരു വലിയ മലയൊന്നും കയറുന്ന പോലെ അല്ല കേട്ടോ. ഓരോ ദിവസവും നമ്മൾ വെക്കുന്ന
ഓരോ ചെറിയ ബോധപൂർവമായ ചുവടുകളാണ് പ്രധാനം. ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മുടെ ലക്ഷ്യം ഒരു പെർഫെക്റ്റ് പേരന്റ് ആവുക എന്നതല്ല, ഒരു ബോധമുള്ള, അറിവുള്ള പേരന്റ് ആവുക എന്നതാണ്. തെറ്റുകളൊക്കെ പറ്റും, പക്ഷേ സ്നേഹത്തോടെയും അറിവോടെയും അത് തിരുത്തി മുന്നോട്ടു പോകാൻ നമുക്ക് പറ്റണം. പെർഫെക്റ്റ് ആവുകയല്ല, പ്രസന്റ് ആവുകയാണ് വേണ്ടത്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വേണ്ട ശരിയായ അറിവും പിന്തുണയും നൽകാൻ വെൽനസ് ഫോർ ലൈഫ് അക്കാഡമി കൂടെയുണ്ട്. ഇതൊരു കോഴ്സ് മാത്രമല്ല, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓർക്കുക, കരുത്തുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള താക്കോല് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്.